സ്വാഗതം. അങ്ങനെ നിങ്ങൾ കാത്തിരിക്കായിരിക്കുന്നു എന്നറിയാം. എന്തായാലും ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഓൺ ടൈം ടു എക്സ്പ്ലോർ ഇന്നത്തെ എപ്പിസോഡ്. വെൽക്കം എവരിവൺ ആൻഡ് നൗ യു ആർ വാച്ചിങ് സ്റ്റാർ മാജിക്. ലിച്ചി, അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലേ? റെഡി? അതെ, അവിടെ ഒരാള് ഭയങ്കര സീനാക്കിക്കൊണ്ടിരിക്കുക. എന്താ പറഞ്ഞേ? ഓടിയോ ഓടിയോ. എന്താ അവിടെ പ്രശ്നം? മൊത്തത്തിൽ അവിടെ കിടന്ന് മൊത്തത്തിൽ അലമ്പായിരുന്നല്ലോ അവിടെ. ടീമിന്റെ ഒരു പാട്ട് പാടണം. എന്റെ പാട്ടാ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പേരെന്താ? ഗസലേ, കുറച്ച് നേരത്തെ ടീം മാമൻ അവിടെ വന്ന് നിന്നിട്ട് എന്താ ഗസലിന്റെ അടുത്ത് പറഞ്ഞേ? പാട്ടൊക്കെ പാടി. നമ്മളെ ആരെയും ഇവൻ അറിയില്ല. ഇവൻ പക്ഷെ വളരെ ഏയ് ടീം മാമ, എനിക്കൊരു ഫോട്ടോ എടുക്കണം. അതായത് കുട്ടികൾ അവരുടെ വീട്ടിൽ നമ്മൾ ഡെയിലി ചെല്ലണ കാരണം. ഞാൻ കുട്ടിയല്ലേ. ശരി, പാട്ട്. പാടറിയത്തില്ല. പിന്നെന്തിനാ വന്നേ? ടീം മാമൻ പാടണോ? അങ്ങനെ മാമൻ പറയാൻ പറഞ്ഞല്ലേ? ലക്ഷ്മി ലക്ഷ്മി ലക്ഷ്മി, ഇവന്റെ എത്ര പൈസ വന്നു? പൈസ ടീം എത്ര പൈസ തന്നു മോനെ? ഒന്നും തന്നില്ല. ഒന്നും തന്നില്ലടാ കൊരങ്ങാന്ന്. ലക്ഷ്മി, ഇവന്റെ ഫോട്ടോ എടുക്കാൻ വന്നു വേറൊന്നുമില്ല, ക്യാമറ ഓൺ ചെയ്യുന്നു, തരുന്നു ഒരു ഫോട്ടോ വേണം. ഞാൻ പറയാ ഓക്കെ, നില്ല അടുത്തോട്ടില്ല. അപ്പൊ ഞാൻ ചിരിക്കുന്നു, ഇവൻ ചിരിക്കാതിരിക്കുന്നു. ഞാൻ പറഞ്ഞു ചിരിയടാ. ഞാൻ പറഞ്ഞു ചിരിയടാ. ഇല്ല, ഞാൻ ചാന്ത് എനിക്ക് പല്ലില്ല. ചിരിച്ചോ? അതിനെന്താ, ഞങ്ങളുടെ പല്ലും പോയതാ. ഗസലെ ഏത് ക്ലാസ്സിലാ പഠിക്കണേ? അവന്റെ ക്ലാസ്സിൽ 1ാം ക്ലാസ്സിൽ. 1ാം ക്ലാസ്സിലാ? വെരി ഗുഡ്. ഇപ്പൊ എന്താ വേണ്ടേ ഗസലിന്? ഗസൽ കുറെ നേരമായിട്ട് അവന് ടൈമിംഗ് തെറ്റിയിട്ട് അവനൊരു അരമണിക്കൂറായി അവിടെ നിന്ന് എന്തോ പറയണു. എന്താ വേണ്ടേ? പാട്ട് വേണം. ആരുടെ? ഈ ചേട്ടന്റെ പാട്ട് മതിയോ? ആരേലും മതി. ആരുടെയെങ്കിലും ശരി. പാടില്ല. ഈ കുട്ടിയുടെ ഉപ്പ ഉമ്മ എവിടെ? ഉമ്മ അവിടെ, ഉപ്പ അവിടെ ഉണ്ട്. എന്റെ പേരെന്താ? ഉപ്പുമാവ്. എങ്ങനെയാ അവൻ ഇത്ര ലൈക് സ്മാർട്ടായിട്ട്? ഉമ്മയുടെ കഴിവാന്ന് തോന്നുന്നു. ഞങ്ങളുടെ ടീച്ചർമാരുടെ കഴിവ്, ഞങ്ങളുടെ സ്കൂളിന്റെ കഴിവ് അടിപൊളി. പിന്നെ ഞങ്ങൾ അവന് ഫുൾ സപ്പോർട്ടാണ്. അടിപൊളി. അവന് ഈ ഇരിക്കുന്ന ജെൻസിനെ എല്ലാം അറിയാം. ലേഡീസിനെ ഐഷുവിനെ അറിയൂ, ശ്രീവിദ്യനെ അറിയാം, പിന്നെ ഡയാനയെ അറിയാം. അനുമോളെ കാണാൻ അവൻ കൂടുതലും വന്നത്. ശരിക്കും അനുമോളെ അന്വേഷണം പറയാട്ടാ. അനുവിനെ കണ്ടില്ലേലും അനു തേച്ചൊരാൾ വിട്ടിട്ടുണ്ട്, അദ്ദേഹത്തെ കാണിക്കാം. ഞങ്ങൾ കോവിഡിന്റെ സമയത്ത് കൂടുതൽ എൻജോയ് ചെയ്ത് നിങ്ങളുടെ ഈ പ്രോഗ്രാമാണ്. താങ്ക് യു. പിന്നെ ഇങ്ങോട്ട് ഇപ്പൊ എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് കാണാൻ പറ്റത്തില്ല, കാരണം ഞങ്ങള് ബിസിനസ് ആയിട്ട് ഇങ്ങനെ. ബിസിനസ് എന്ന് വെച്ചാൽ വലിയൊരു ബിസിനസ് ഒന്നും അല്ല, ഞങ്ങളുടെ ബിസിനസ് ചെറുതാണ്, അത് ഞങ്ങൾക്ക് ഏറ്റവും വലുതാണ്. അപ്പം എന്താണ് ബിസിനസ്? എന്താണ്? എന്താ ചെയ്യണ അറിയില്ല. അല്ലാതെ പറയണം. അല്ല, അതെന്താ പറയാൻ പറ്റാത്ത ബിസിനസ് ആണോ? അല്ലല്ലോ. പറയാൻ പറ്റും. കച്ചവടത്തിന് പോകും ഞങ്ങള്. കച്ചവടത്തിന്. ചേച്ചി, ഞങ്ങൾ ഉത്സവ കച്ചവടക്കാരാണ്. ഞങ്ങൾ സ്റ്റേജിൽ പെർഫോം ചെയ്ത് ജീവിക്കണവരാണ്. അതെ, പറയില്ല. അത്രയാണ്. പറയില്ല എന്ന് പറഞ്ഞത് ആക്ഷേപം കൊണ്ടല്ല, സുഗന്ധം മുറുക്കാനാണ്. അപ്പൊ നിങ്ങൾ പറയാ കൊച്ചങ്ങനെ ഇങ്ങനെ ആവാതിരിക്കുമെന്ന്, അതുകൊണ്ടാണ് ഞങ്ങൾ അവന് ബോൾഡായിട്ടാ വളർത്തുന്നത്. കാരണം നമ്മുടെ ബിസിനസ് ഇതാണെങ്കിലും അവൻ നാളെ വളർന്നു വരുമ്പം ഈ നിലയിലാവരുത്, വലിയ നിലയിലാവരുത്. എന്ത് സുഗന്ധം മുറുക്കാനല്ലേ ഇവിടെ കഞ്ചാവ് വിൽക്കുന്നോ ഞെളിഞ്ഞു കിടക്കുക? ഇവിടെ ഇതൊന്നും മനസ്സിലാവേണ്ട ഒരാളെ എനിക്ക് പാട്ട് കേട്ടേ പറ്റൂ. ഞാൻ പാടിയിരിക്കും. ശരി, അങ്ങനെയാണെങ്കിൽ ടീം വരും. അപ്പൊ മകന് വേണ്ടിട്ട് ടീം പാടാൻ പോവാണ്. ടീം മാമൻ ഈ ഒറ്റ പ്രാവശ്യം ചോദിക്കോളൂ, ഇനി ചോദിക്കൂല. ഓർക്കസ്ട്രയ്ക്ക് വണ്ടി റെഡി ആയിട്ടുണ്ട്. കൂടെ പാടുവോ? La 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 la. ലിച്ചിയേ
എന്റെ ലിച്ചിയേ മണമുള്ള നിന്റെ സ്പ്രേ ഏതാ ലിച്ചിയേ എന്റെ ലിച്ചിയേ മണമുള്ള നിന്റെ സ്പ്രേ ഏതാ ലാ 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 La 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 അച്ചാമേ എൻ്റെ അച്ചാമേ അച്ചപ്പം ചുട്ടോ അച്ചാമേ അച്ചാമേ എൻ്റെ അച്ചാമേ അച്ചപ്പം ചുട്ടോ അച്ചാമേ la 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 ചോച്ചാമേ എൻ്റെ ചോച്ചാമേ രുചിയുള്ള നിന്റെ കറി കൊള്ളാം ചോച്ചാമേ എൻ്റെ ചോച്ചാമേ രുചിയുള്ള നിന്റെ കറി കൊള്ളാം ലാ 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 ലിച്ചിയേ എൻ്റെ ലിച്ചിയേ മണമുള്ള നിന്റെ സ്പ്രേ കൊള്ളാം ലിച്ചിയേ എൻ്റെ ലിച്ചിയേ മണമുള്ള നിന്റെ സ്പ്രേ കൊള്ളാം ലാ 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 ലാ. വായിക്ക് വല്ല പ്രശ്നമുണ്ടോ? വായിക്ക് വല്ല പ്രശ്നമുണ്ടോ? വേറെ ഒരു പാട്ട് പിള്ള മനസ്സിൽ കള്ളമില്ല, പിള്ള മനസ്സിൽ കള്ളമില്ല. അല്ല എന്റെ വായിക്കകത്ത് വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം എന്താണ് വ്യക്തമായിട്ട് ഒന്ന് പ്രശ്നം ഇവനൊരു വേറെ പ്രശ്നം പാട്ടില്ലേ? ഒറ്ററിനുള്ള എന്താ 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 വേറെ പാട്ടൊന്നുമില്ല. ഒറ്ററിനുള്ള യൂട്യൂബിലുള്ളോ? വേറൊരു അറിയിപ്പോട് വന്നിട്ടുണ്ട്. മലയാള അക്ഷരമാലയിൽ നിന്ന് ല എന്ന അക്ഷരം പ്രാധാന്യമില്ലാതെ. നമുക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യാം. വേറൊരു പാട്ട് പാടാൻ പറഞ്ഞാലോ? പുള്ളിയെ കൊണ്ട് തന്നെ പാടിപ്പിക്കണോ അതോ വേറെ ആളെ കൊണ്ട് പാടിപ്പിക്കണോ? ആരേലും പാടിയാ മതി. എന്റെ ദൈവം ഇത് ചിരിച്ചത് പാട്ട് ഓക്കെ ടീമേ കുമ്പളങ്ങി കഴിഞ്ഞാൽ മതി, സേഫ് പിടിക്കാം. ഓക്കെ കുമ്പളങ്ങിക്കായലിലെ കരിമീൻ കഴിച്ചോ കണ്ണമാലി കടലിൽ കണ്ണമ്പ് വന്നു കണ്ടക്കടവിലെ കടവ് കണ്ടോ തന്റെ കടയിലെ കടം കുടിച്ചോ ടീമേ ഹലോ ടീമേ 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 പെയ്യെ പാടാ. പയ്യെ പാടടോ. എവിടേക്കാ? അവര് ഓടിച്ചിട്ടോണല്ലേ ആ കുമ്പളങ്ങിക്കായിലെ കരിമീൻ കഴിച്ചോ കണ്ണമാലി കടലിൽ കണ്ണമ്പ് വന്നു കണ്ടക്കടവിലെ കടവ് കണ്ടോ കുട്ടന്റെ കടയിലെ കട്ടം കുടിച്ചോ ടീമേ 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 ടീമേ. എങ്ങനെയുണ്ടായിരുന്നു ഇപ്പോ? അവൻ സത്യം പറഞ്ഞ ഒരു ഓപ്ഷൻ കൂടെ പറയാനോട് താല്പര്യമില്ല. കണ്ണ് നിറഞ്ഞോണ്ടിരിക്കുക അവന്റെ. എന്താ കണ്ണ് നിറഞ്ഞേ? താല്പര്യമില്ല അല്ലേ? ഈ പാട്ട് കേട്ടിട്ട് എന്താ തോന്നിയേ? സത്യം പറഞ്ഞു. എനിക്കറിയത്തില്ല. എന്റെ മൂട് പോയി. എനിക്ക് കൊച്ചിന്റെ റില വരെ പോയി. ശരി, ഒരു കാര്യം ചെയ്യാം. ഈ പാട്ടും മാറ്റാം മാറ്റാം മാറ്റാം. ഇത് ടിവിയിൽ കാണാറില്ലേ? ടിവിയിൽ കണ്ടിട്ട് ഇവിടെ നേരിട്ട് കണ്ടപ്പോ എന്ത് തോന്നി? ഈ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും ഒക്കെ കളിയും ചിരിയൊക്കെ എന്താ തോന്നിയേ? ഇഷ്ടായ? ടിവിയിൽ കാണുന്ന പോലെ ഉണ്ടായിരുന്നോ? അപ്പൊ പാട്ടാണ് പ്രശ്നം. ആ ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം. കുട്ടിക്ക് പാട്ട് ഇഷ്ടമായില്ല, ഒരു പാട്ട് പറഞ്ഞ കുട്ടിക്ക് ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞ വേറെ ആളെ കൊണ്ട് പാടിപ്പിക്കാം. ഏതാ? ഒന്നാനം കുഞ്ഞിന്നില്ല, അതാണോ? അല്ല. പിന്നേതാ? ഒന്നാനാം കുഞ്ഞിന്മേൽ, അതുമല്ലേ? ഒന്നാം മല കയറി പോകണ്ടേ നല്ല ഇളം കാവുങ്ങ് ആ ചാണ്ടന പാൽ കാവുങ്ങ് നിന്തല പൂത്താൽപ്പിനെ ഓ അന്നം നമ്മൾ കാണില്ല ഒന്നാന
എടാ മോനെ. എടാ മോനെ. ഇത്ര നന്നായിട്ട് പാടുവോ? പറയട്ടെ. അടിപൊളി. ശരി, ഒരു കാര്യം ചെയ്യാം. നിന്നെ എന്റെ ട്രൂപ്പിലെടുത്തിരിക്കുന്നു. പിന്നെ പോണ്ട ഇല്ല, സോറി. കർപ്പൂരവും ഒരു തീപ്പിടിയോടെ തരണം. ഇവന്റെ കൈവെള്ളം വെച്ച് ഇന്ന് കത്തിക്കുകയാണ്. ഇനി മേലാൽ ഈ കുഞ്ഞിന്റെ മുമ്പ് വെച്ച് നീ സത്യം ചെയ്യണം. ഇനി പാടത്തില്ല, നീ സത്യം ചെയ്യണം. ശരി, ഒരു പാട്ടും കൂടെ ഗസലെ, ഒരു പാട്ടും കൂടെ പാടിത്തരുമോ? അവന് പാടാൻ അറിയില്ലെന്ന് പറഞ്ഞിട്ട് എന്നാ ഭംഗിയായിട്ട് പാടിയ. ഗസലായിട്ട് പാടുന്നു. ഇനി ഏത് പാട്ടാ? ഇതാരെ പഠിപ്പിച്ചു തന്നെ ഗസലിന്? ഉത്സവപ്പറമ്പിൽ പോകുമ്പോ അറിയാം. ഉത്സവപ്പറമ്പിൽ പോകുമ്പോ ശരിക്കും ഉപ്പാടെയും ഉമ്മാടെയും കൂടെ ലൈക്ക് അയ്യോ ഉമ്മ എന്തിനാ കരയണേ, പെട്ടെന്ന് എന്തിനാ സങ്കടം വന്നേ ഉമ്മയ്ക്ക്? ഇത്രയും വലിയൊരു ഫ്ലോറിൽ ഞങ്ങൾക്ക് വരാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. അത് ഞങ്ങളുടെ സ്കൂളിന്റെ ടീമിന്റെ, ഞങ്ങൾക്ക് എന്താ പറയണേന്ന് ടീം എന്ന് പറയാതെ ടീച്ചറിന് പറ. അതിനകത്ത് ടീം വരല്ലേ ഇനി? ദിനം പ്രതിയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉത്സവ കച്ചവടമാണ് ഈ ഉപ്പയും ഉമ്മയും ചെയ്യണേ. പക്ഷെ മകന്റെ പഠിപ്പിന്റെ കാര്യത്തിൽ അവർക്ക് വളരെയധികം ശ്രദ്ധയുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അമ്പലപ്പറമ്പിലിരുന്ന് അവൻ പഠിക്കുന്നേ. ഹോംവർക്ക് ഇരുന്ന് ടീച്ചർമാര് വാട്സപ്പിൽ ഇട്ട് തരും. ഞാനത് അമ്പലപ്പറമ്പിൽ നിന്നാ പഠിക്കുന്നത്. ഇനി അവൻ ഒന്നിലോട്ടായതേ ഉള്ളൂ. മിടുക്കനാണ് കേട്ടോ, നന്നായിട്ട് ഇനിയും പഠിക്കണം. ഞങ്ങളുടെ ചങ്കാണ് ഞങ്ങളുടെ HM, ഇത് ഞങ്ങളുടെ ചെയർമാൻ പോലി, ഞങ്ങളുടെ ടീച്ചേഴ്സ്, ഞങ്ങളുടെ മാസ് മണപ്പള്ളി പൊളിയാണ്. ശരിക്കും ഉത്സവപ്പറമ്പില് കച്ചവടം നടത്തുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യാണ്. കാരണം അതൊരു ചെറിയ ജോലിയല്ല. കാരണം ഞാൻ പറയട്ടെ, ഈ കുറുക്കഞ്ചേരിയിലെ ഉത്സവമൊക്കെ പൂയൊക്കെ ഉള്ള സമയത്ത് ഞാൻ 2 മാസം മുമ്പേ ലിസ്റ്റ് ഇടും. കാരണം ഇവരുടെ കയ്യിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ മേടിക്കണം. അത് വലിയൊരു ആഘോഷ. ഉത്സവപ്പറമ്പിൽ വരിക, ഓരോ സാധനങ്ങൾ കൗതുകത്തോടുകൂടി വാങ്ങുക, അത് വലിയൊരു എന്താ പറയാ സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങൾ വീട്ടിൽ വരാൻ വെളുപ്പിനെ എൻ്റെ മോൻ ഉറങ്ങാതെ കാവലിരിക്കും ഞങ്ങളുടെ കൂടെ. ഉറങ്ങത്തേയില്ല. ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞാണ് അവനെ കിടത്തി ഉറക്കുന്നത്. അതുകൊണ്ട് എനിക്ക് സ്കൂളിൽ വിടാൻ പറ്റാത്തേ. എന്തായാലും മിടുക്കനാണ് കേട്ടോ ഈ മോൻ, വളരെയധികം മിടുക്കനാ. അപ്പോ ഈ പാട്ടുകളുടെ സെൻസ് വരെ, കാരണം ടൈമിങ്, താളം, പതുക്കെ ടെമ്പോ കുറയ്ക്കൂ, മെതുവ പതുക്കെ പാടൂ, അതൊക്കെ അവനിങ്ങനെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും മിടുക്കനാണ്. ഒരു പാട്ടും കൂടെ പാടാം നമുക്ക്. ഇനി ഏത് പാട്ടാ പാടുക? ഉത്സവപ്പറമ്പിൽ കേട്ടിട്ടുള്ള വേറൊരു പാട്ട് കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ഓ പാലപ്പള്ളി പാടുവോ? പാലപ്പള്ളി ഓക്കെ. പാലാപ്പള്ളി എന്താണ് ഉമ്മ? പാലാപ്പള്ളി തിരുപ്പള്ളിപ്പുകളേറും കുളിനാളാണ്. പാലാപ്പള്ളി പള്ളിപ്പുകളേറും കുളിനാളാണ്. പാലാപ്പള്ളി തിരുപ്പള്ളിപ്പുകളേറും കുളിനാളാണ്. ഒന്നാം കുന്ന് നടന്നോണ്ട് ആനം ഇറങ്ങുന്നേ, ഒന്നാം കുന്നി നടന്നോണ്ടെന്ന് ആനം ഇറങ്ങുന്നേ. ആവോ ദാവായോ നാണക ചൂടിയിട്ട്, ആവോ ദാവായോ. നാണക ചൂടിയിട്ട്. അടിപൊളി. ഇവിടെ ഇവന്റെ ഫ്രണ്ട്സ് ഞാനൊന്ന് എടുത്ത് പറയാം കേട്ടോ. ഉമ്മ ജോയിൻ ചെയ്തപ്പോ ഉമ്മ വേറെ ശ്രുതിയിലാ പാടിയത്. അവൻ പക്ഷെ കറക്റ്റ് പാടിക്കൊണ്ടിരിക്കണേ. ഇവനെ പാട്ട് പഠിപ്പിക്കണില്ലല്ലോ ഇപ്പൊ, പക്ഷെ ഇവനെ പാട്ട് പഠിപ്പിക്കണം. ഞാനെടുത്തു. വേണ്ട. നാട്ടുകാർ കത്തിക്കാൻ പോണ ആ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്നത്. കരുനാഗപ്പള്ളിയിലുള്ള ഏതെങ്കിലും സംഗീത അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികമാർ ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള റിക്വസ്റ്റ് ആണ്. അത്രയും ഞാനുള്ളൊരു കുട്ടിയാണ്. സാറിന് മ്യൂസിഷ്യൻസ് ആ ഒരു ഭാഗത്തുള്ളവർ ഇത് ഈ ഒരു എപ്പിസോഡ് കാണുന്നുണ്ടെങ്കിൽ സാറിന്റെയോ മാമിന്റെയോ ഒരു നേരത്തെ ക്ലാസ് ശരിക്കും ഇവരെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അങ്ങനെ പറ്റുമെങ്കിൽ അത് വളരെയധികം ഉപകാരമായിരിക്കും കേട്ടോ. കരുനാഗപ്പള്ളിക്ക് അടുത്ത ഓച്ചറയിലെ കലാഭവന്റെ ഒരു മ്യൂസിക് സ്കൂളുണ്ട്. വിളിച്ചു പറയാൻ പറ്റുമോ അവിടെ? പറയാം. ഓക്കെ ശരി. താങ്ക് യു. പോകുന്നതിന് മുമ്പ് മനസ്സിലുള്ള ദേഷ്യമൊക്കെ ഒന്ന് നോക്കി തീർത്തിട്ട് പോകും. തീർന്നു. തീർന്നു. പിടിച്ചിട്ട് പോവും. ആ ഷെയ്ഖാന്റെ വരെ ടൈമിംഗ് എത്തിച്ചിട്ടാ. നമുക്ക് ഒരുമിച്ച് ഒരു സ്റ്റേജിൽ കാണാം. ആ ഓക്കെ. അവിടെ നിന്ന് ഇവൻ ചീത്ത വിളിക്കും പുള്ളിനെ.
അവന്റെ പേര് പോലെ തന്നെ അവന്റെ അതെ. ശരീരം മൊത്തം സംഗീതമാണ്. ആ ഒരു സംഗീതം ഒരുപാട് ഗസലൊക്കെ ആയിട്ട് വലുതായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരട്ടെ. എല്ലാ ആശംസകളും. ഒപ്പം സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ചെയ്യുമ്പോൾ ഞാനടക്കം നമ്മുടെ എൻറ്റയർ ക്രൂവിന് വലിയ അഭിമാനമാണ് അല്ലേ. സ്റ്റാർ മാജിക് ശരിക്കും പറഞ്ഞാൽ പലരുടെ ജീവിതത്തിലും ഒരു സിഗ്നേച്ചറായി മാറുന്നുണ്ട്. ഇപ്പം ഇവർ ഇന്നത്തെ ഒരു കച്ചവടം മാറ്റി വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ HMന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ നിന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം കേട്ടോ. കാരണം നിങ്ങൾ സ്റ്റാർ മാജിക്കിനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടല്ലേ ഇത്രയും ദൂരത്തുനിന്ന് ഇവിടെ വരണേ. ഒരുപാട് സന്തോഷം. ആൻഡ് ഒരുപാട് ചൂട്ടാപ്പീസ് മിടുക്കറായിട്ടുള്ളവരെ ഇന്ന് കാണാൻ പറ്റി. സോ ഗസൽ കൂട്ടനും കൂടെ വേണ്ടിയിട്ട് ഒരു വലിയ കൈഡി കൊടുക്കാം. ഗസല് പാടിക്കൊണ്ടിരുന്നപ്പോ ഒരു ആരാധിക വന്ന് ചാടിയായിരുന്നു ഇവിടെ. ഗസലിന്റെ ഫാനാ പാനം തോന്നുന്നു. പേരെന്താന്ന് ചോദിക്കൂ. പ്രിയ. വീടോടാ? കരുനാഗപ്പള്ളി. എന്റെ ഏത് പാട്ടാ ഇഷ്ടം? എല്ലാ പാട്ടും ഇഷ്ടമാ. ഗസലിന്റെ പാട്ട് കേട്ടിട്ട് അറിയാണ്ട് ഇങ്ങോട്ട് വന്നതാ. അറിയാണ്ട് വന്ന് ഇവിടെ നിൽക്കണു. ഞാൻ ചോദിച്ചു എന്തിയെ പോന്നേന്ന്. അത് തന്നെ ഞാനും ആലോചിക്കണം, ഞാൻ എന്തിനാ വന്നത്. അതെ, കുട്ടി നന്നായിട്ട് ഡാൻസ് ചെയ്യും. അപ്പൊ ഗസൽ ഒരു പാട്ടും കൂടെ പാടിക്കൊടുക്കുകയാണെങ്കിൽ കുട്ടി ഡാൻസ് ചെയ്യാന്ന് കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട്. ഒരു പാട്ടും കൂടെ പാടിക്കൊടുക്കുവോ? ആ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡാൻസ് കാണാം. തങ്കച്ചനോട് ഗസൽ പാടുവോന്ന് ചോദിച്ചാൽ അവൻ പറയാം ഞാൻ ബസ്സിലും പാടും ട്രെയിനിലും. എന്നാ ഫസ്റ്റ് പാടി പാട്ട് ഒന്നുകൂടി പാട്ടെ കൊച്ചിന് വേണ്ടി. കൊച്ചു തന്നെ. നല്ല ഇളം കവുങ്ങേ അങ്ങനെ ഇല വിരിച്ചാടണ കവുങ്ങേ പാൽക്കവു നിന്തല പൂത്താൽ പിന്നെ പൂവൊന്നും നമ്മൾ കാണൂല. ഒന്നാഞ്ഞ നല്ല ഇളം കവുങ്ങേ അങ്ങനെ ഇല വിരിച്ചാടണ പാൽക്കവുങ്ങേ പാൽക്കവു നിന്തല പൂത്താൽ പിന്നെ പൂവൊന്നും നമ്മൾ കാണൂല. ഓക്കെ, സൂപ്പർ, അടിപൊളി അടിപൊളി, നൈസ്. ഓക്കെ, അപ്പൊ താങ്ക് യു. വീണ്ടും കാണാം കേട്ടോ ഇനിയും വരണം സ്റ്റാർ മാജിക്കില്. ഒരു ക്യൂട്ട് സ്വീറ്റ് ഗെയിമിലേക്കാണ് നമ്മളിനി പോകാൻ പോണേ. സ്റ്റാർ മാജിക്കിൽ നമ്മളിനി പോകാൻ പോണ ഗെയിമിന്റെ പേരാണ് മൂവിങ് ഓൺ ടു ദ ഗെയിം ആൻഡ് ദാറ്റ് ഇസ് കുട്ടിമാമേ ഒട്ടിമാമേ. എന്താ കുട്ടിമാമേ റൊട്ടിമാമയാ? കുട്ടിമാമേ ഒട്ടിമാമേ എന്ന് പറഞ്ഞ ഗെയിം എങ്ങനെയാന്ന് പറഞ്ഞാൽ തേച്ചൊട്ടിക്കുക എന്ന് പറയില്ല ചില കൗണ്ടേഴ്സ് പറയുമ്പോ, അതുപോലെ മാമനാണെങ്കിൽ തങ്കച്ചമാമൻ എന്നിട്ടാ പോരായിരുന്നോ? ആദ്യം കയറിയിരിക്കണം കേട്ടോ. ഈ കൗണ്ടറിനുള്ള പണിഷ്മെന്റ് ആണ് ഈ ചെയറിൽ വന്നിരുന്നത്. ഗെയിം എങ്ങനെയാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒരു ടീമിൽ നിന്ന് കൗണ്ടർ പറയുന്നതിനാണ് ശമ്പളം, അത് അലക്കുന്നതിനാണ് ശമ്പളം. ഈ ഗെയിം എങ്ങനെയാ കളിക്കണം എന്നുള്ള ഞാൻ പറഞ്ഞുതരാം. 2 ടീം ഒരുമിച്ചായിരിക്കും കളിക്കണ്ടായിരിക്കും. ഒരു ടീമിൽ നിന്ന് 2 പേര് വരും കേട്ടോ അറ്റ് എ ടൈം. ആദ്യത്തെ ആള് എന്റെ അഭിപ്രായത്തിൽ ബിനീഷ് ബാസ്റ്റിനിൽ കയറ്റിയിട്ട് അവന്റെ വായിൽ ഒരു ബ്രെഡും കൂടെ വെച്ച് കൊടുക്കണം. എടുത്ത് കേറ്റു ചെല്ലു. ലക്ഷ്മി ഒരു ഉഗ്ര കോമഡി. ഞാന് വിയർപ്പ് ടച്ച് ചെയ്ത ടിഷ്യൂ എവിടെ കളയുമെന്നും പറഞ്ഞ് എനിക്കറിയില്ല. അപ്പൊ ഞാൻ ഇത് വിയർപ്പ് ടച്ച് ചെയ്ത് ചുരുട്ടി കയ്യിൽ വെച്ചേക്കാണ്. എപ്പിസോഡിൽ വൃത്തിയോടല്ലേ ഇത് കൈ ഇരുന്ന ഞാൻ ഇങ്ങനെ ഇരിക്കണം. അപ്പൊ ഇവളിത് കണ്ട് ഇവളിങ്ങനെ ശ്രീവിദ്യ നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ മറ്റേ ശ്രീവിദ്യനെ കൊടുത്ത് വീട്ടിൽ ചെന്നിട്ട് വായിക്കാവൂ. നമ്മള് കണ്ടല്ലോ. അപ്പൊ ഇവളങ്ങ് പിടിച്ചിട്ട് അവളടുത്ത് പറഞ്ഞു ഇന്നാ നോബിച്ചേട്ടൻ തന്നതാണ്, വീട്ടിൽ ചെന്നിട്ട് വായിക്കാവൂന്ന്. അവളെ മേടിച്ചിട്ട് ഇവള് ബിനീഷിനെ കൊടുത്ത് ഇത് എന്റെ മനസ്സിലുള്ളതാണ്, വീട്ടിൽ ചെന്നിട്ട് വായിക്കാവൂ. പോക്കറ്റ് ഇട്ട് എന്നാ ഞാൻ വീട്ടിൽ ചെന്നിട്ട് വായിക്കാം. ജോബി വിയർപ്പപ്പിയതാണോ അതോ വായിന്ന് ഹാൻസ് എടുത്ത് വെച്ചാണോ? പൊട്ടന്ന ലോക പൊട്ടനാണ്. പൊട്ടന്ന ലോക പൊട്ടനാണ്. ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഗെയിമിലേക്ക് പോവാണ്. കുട്ടിമാമ ഒട്ടിമാമ എന്ന് പറഞ്ഞ ഗെയിമിൽ 2 പേരുണ്ടായിരിക്കും. ഈ ടീമിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഈ ഒരു ഡ്രസ്സിന്റെ ഉള്ളിലേക്ക് അവർ നിൽക്കൂട്ടോ. ശരിക്കും ഒരു അങ്കിൾ ബൺ പോലെയാവും. ഫുൾ വെൽക്രോ ആണ് ആ ഡ്രസ്സിൽ ഫുള്ള് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ടീമിലെ തന്നെ മെമ്പർ ഈ ചെയറിൽ കയറിയിരിക്കും. അവരുടെ കയ്യിൽ ഈ ഒരു ബാസ്ക്കറ്റ് നിറച്ച് കുട്ടി ബോൾസും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഓപ്പോസിറ്റ് ടീമും ഇങ്ങനെ തന്നെയായിരിക്കും. ആൻഡ് ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഈ ചെയർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കെ കറങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബോൾസ് വെൽക്രോയിൽ ഒട്ടിക്കുന്ന ടീം ആയിരിക്കും ജയിക്കാൻ പോണേ. മാക്സിമം ബോൾ മിസ് ചെയ്യാതെ ഒട്ടിക്കാൻ നോക്കുക. സോ ഗെറ്റ് റെഡി. കുട്ടിമാമേ ഒട്ടിമാമേ ദാ ഒട്ടിക്കാൻ ഇങ്ങനെ തേച്ചൊട്ടിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ തേച്ചിട്ടല്ല, എറിഞ്ഞിട്ടാണ് കേട്ടോ. ഉല്ലാസേട്ടന്റെ മുഖം കണ്ടറിയാം ഗെയിമിൽ കയറ്റിയ കാരണം ഭയങ്കര ഹാപ്പിയാണ്. അവൻ പറഞ്ഞ ഈ ഡ്രസ് ഇട്ടപ്പോ ചേട്ടത്തിയാണെന്ന് അങ്ങനെ പറയല്ലേ. നോബിയെ കാണുമ്പോ എനിക്ക് ഓർമ്മ പറഞ്ഞറിയാം. എന്താണ് ഓർമ്മ? ജംഗ്ഷനില് വീരപാണ്ഡ്യ കട്ടപ്പമ്മന്റെ ഒരു പ്രതിമ ഇതുപോലെ ഇരിപ്പുണ്ട് അല്ലേ? കറക്റ്റ് അല്ലേ? നമ്മള് ഞാനൊരു പ്രതിമയാണ്. പ്രതിമയ്ക്ക് ലോകത്തെ ഏറ്റവും വലിയ ശല്യം ആരാണ്? കാക്ക കയറി ചോറരുത്. എനിക്ക് കാണുമ്പം വിക്രമനും മുത്തും രാജുവും ജാതെ അതല്ലേ ഇരിക്കും. കറക്റ്റ് അല്ലേ? സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. കുട്ടിമാമ ഒട്ടിമാമ.
ഐശ്വര്യനെ മാറ്റണം. മോട്ടോർ സ്പീഡ് കൂട്ടണം. വിദ്യ നീ എങ്ങനെ എറിഞ്ഞാലും ഉല്ലാസേട്ടൻ അത് പിടിച്ചു. ഞാൻ എങ്ങനെ ഇടാം? ഇങ്ങനെ കാണിക്കണം. അല്ല ആ എങ്ങനെ എറിഞ്ഞാലും ഉല്ലാസേട്ടൻ പിടിക്കും. തിരിയരുത്. സ്റ്റേജിൽ നെഞ്ചും പിരിച്ച് ഏറ് കൊണ്ടിട്ടുള്ളവനാണ് എന്റെ ഉല്ലാസേട്ടൻ. പരിപാടിക്ക് പോയാലും ഏറ്, ഇവിടെ വന്നാലും ഏറ്. രണ്ടെണ്ണമായി. തിരിയരുത്. എവിടെയാടാ തിരിഞ്ഞാ? ബാക്ക് കാണിച്ചു കൊടുക്കരുത്. അതൊക്കെ മാറാം. ആ ഉല്ലാസേട്ടന്റെ ഒരു ഉളുപ്പില്ലാണ്ട് ഏറ് വാങ്ങുന്ന കാണുന്നില്ല നിങ്ങള്. ആ അത് കൊള്ളാം. ഈ സൈഡില് വെൽക്രോ ഇല്ല. നോബിച്ചേട്ടന്റെ കാല് കൊണ്ട് മാറിക്കൊണ്ടിരിക്കണം. യെസ്. വിദ്യ എറിഞ്ഞ് വീഴ്ത്ത്. അവരൊന്നും വീട്ടിലല്ലടി. ലേഡി ഓക്കെ. ഇതിപ്പോ ചിക്കൻ ബോക്സ് വന്ന പോലെ ആയില്ലോ ഇപ്പൊ. ശ്രീവിദ്യ സബാഷ് സബാഷ്. ഇത് ശ്രീവിദ്യ ഇവിടെ നിറഞ്ഞിട്ടാ അയില വിക്രം പോലെയായി ഇത്. നീ ഇവിടെ വന്നിട്ട് ഒരു ബോൾ അറിയണേ ശ്രീവിദ്യ ബാക്ക് സൈഡ് കാണിക്കരുത്. ഇല്ലെന്ന്. എങ്ങനെ തിരിയാണ്? പെർഫോം ചെയ്ത് രണ്ടുപേരും ഇനി താഴേക്ക് ഇറങ്ങി വരും. അതുപോലെ ഇറങ്ങി വരും. പിടിയടാ. ഈ ഗെയിം ഇതുവരെയായിട്ടും കംപ്ലീറ്റ് ആയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. അവിടെ നിൽക്കും. ഐഷു നിങ്ങളുടെ ഈ ഒരു ഗെയിം കഴിയും. ഈ നോബിച്ചേട്ടൻ വല്ലപ്പോഴേ ഗെയിം കളിക്കുള്ളൂ കേട്ടോ. കളിക്കുമ്പോ അത്യാവശ്യം ഈ കള്ളക്കുതി ഉണ്ടായിരുന്നു. ഫുൾ ടൈം ഈ ബോള് വരുമ്പോഴേ ഇങ്ങനെ ഒതുങ്ങി. ഒരിക്കലും ഞാൻ ശ്രദ്ധിച്ചില്ല. ഒഴിഞ്ഞു മാറിയതാ. ക്ലൈമാക്സിലേക്ക് നമ്മൾ പോവാണ്. ക്ലൈമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ മാറ്റി വെച്ച് ഇതിങ്ങനെ അങ്ങോട്ട് ഊരെടുത്ത് ഡ്രസ്സ് അങ്ങോട്ട് ഊരെടുത്ത് അവിടെ പോയിരിക്കാം. പക്ഷെ അതല്ല ക്ലൈമാക്സ്. അതായത് നിങ്ങളിത് കുലുക്കിത്തക്കത്ത എന്നുള്ള രീതിയിൽ കുലുക്കി ഇത് ഓരോന്നും താഴേക്ക് വീഴണം. അങ്ങനെ ഇവർ താഴേക്ക് ഇട്ടാൽ ഇന്നത്തെ എപ്പിസോഡ് തീരും. ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പോവും. അവരെ കുലുക്കിക്കൊണ്ടേയിരിക്കും. ചേട്ടാ ഉല്ലാസേട്ടൻ അത് പോരാ. എന്താ നിന്റെ ഉദ്ദേശം? ഓരോ ഉറപ്പിന് കാ കൂടുന്നതല്ലാതെ കുറയുന്നു.
പോരാ 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 പൂവൻകോഴിയാണേ. എടാ കെ പി ഉമ്മറേ ഇനി വന്നടാ. എടാ നീ വാ വേണതാ വാതയാണ് നീ ഇപ്പൊ വാതര പരിപാടി നീ ഇപ്പൊ കാണിച്ച ഇത് കളയാതെ എപ്പിസോഡ് തീരില്ലെന്ന് പറഞ്ഞേ. ഇല്ല, എന്താ ചെയ്യാ? നിങ്ങൾ പൊക്കോ, ഞങ്ങൾ കളഞ്ഞോളാം. യാത് കളയാതാ പറയൂ. ഇത് നമ്മുടെ ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിന്റെ അവിടെ ചർച്ച് ഓഫീസ് കച്ചവടം നടത്തുന്ന പ്രഫുൽ പട്ടേലാണ്. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ അതിൽ ജയിച്ചിട്ടുള്ളത് നോബിച്ചേട്ടന്റെ ടീമായിരുന്നു. സെക്കൻഡ് റൗണ്ട് കഴിയുമ്പോൾ ടൈല് നിൽക്കുകയാണ്. അപ്പൊ വീണ്ടും ഒരു 1 പോയിന്റും കൂടെ നോബിച്ചേട്ടന്റെ ടീമിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഗെയിം കഴിയുമ്പോൾ കൺഗ്രാറ്റുലേഷൻസ് ടു നോബി, മാർക്കോസ് ആൻഡ് ടീം. പ്രബുൽ പ്രബുൽ പാനിപൂരി ഭായി ഒരു ഇത് കാണിച്ചു, ക്രമക്കേട് കാണിച്ചു. ഞാൻ അവിടെ നിന്ന് കണ്ടു, പക്ഷെ ആരും കണ്ടില്ലത്. ഇവിടുന്ന് ബോൾ പിറകോട്ട് വന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് ഒട്ടിച്ചിട്ട് അങ്ങോട്ട് ഇല്ല. അയ്യോ അങ്ങനെ ഇന്നത്തെ ഈ എപ്പിസോഡ് തൽക്കാലം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ നൗ വി ആർ സേയിങ് ബൈ ഫ്രം സ്റ്റാർ മാജിക്. ഗുഡ് നൈറ്റ്.